ഭക്ഷണ ലോകത്തെ പുതിയ ട്രെൻഡ് സെറ്ററാണ് ചക്ക. ചക്ക പായസവും ചക്ക വരട്ടിയും ചക്കക്കുരു ഷെയ്ക്കും ഒക്കെയായി ചക്ക വിഭവങ്ങൾ തീന്മേശ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാദും ആരോഗ്യവും ഒന്നിച്ചു ചേരുന്നു എന്നതാണ് ചക്കയുടെ സവിശേഷത. ചക്കയുടെ പഴം പോലെ തന്നെ രുചികരവും പോഷക സമ്പന്നവുമാണ് ചക്കക്കുരുവും. നാട്ടിൻപുറങ്ങളിൽ ചക്കക്കുരു തോരനായും കനലിൽ ചുട്ടെടുത്തുമൊക്കെ ഉപയോഗിക്കുന്ന ശീലം പണ്ടേ ഉണ്ടെങ്കിലും അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി പലരും അത്ര ബോധവാന്മാരല്ല. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, തായ്ലാന്റ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ തഴച്ചു വളരുന്ന മരമാണ് പ്ലാവ്. പ്ലാവിന്റെ കായ്ഫലമായ ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക ഫലവും. സാധാരണഗതിയിൽ 3.5 മുതൽ 10 കിലോ വരെ ഭാരം ചക്കയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇതിൽ ധാരാളം ചക്കച്ചുളകളും അവയ്ക്കുള്ളിൽ ചക്കക്കുരുവും കാണും. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ഒന്നാണെങ്കിലും കുറച്ചു കാലം മുൻപ് വരെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നു ചക്ക. എന്നാൽ സമീപകാലത്ത് ചക്കയും ചക്കക്കുരുവും അപ്രതീക്ഷിതമായ ജനകീയത നേടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പുഴുങ്ങിയെടുത്തോ വറുത്തെടുത്തോ വറുത്തു പൊടിച്ചോ ഒക്കെ ചക്കക്കുരു നമുക്ക് ഉപയോഗിക്കാം. ചക്കക്കുരുവിന്റെ പൊടി ഇന്ന് പല രുചികരമായ വിഭവങ്ങളിലെയും ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയാണ്. ഇതിൽ ചില ഡെസേർട്ടുകൾ അതിപ്രശസ്തവുമാണ്. ചക്കക്കുരു ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കും. വിറ്റാമിൻ ബി കോംപ്ലക്സ്, അയൺ, കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നിവയാൽ സമ്പന്നമാണ് ചക്കക്കുരു. സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാനും ബാക്ടീരിയ ഇൻഫെക്ഷൻ തടയാനും ദഹനത്തെ സുഗമമാക്കാനും ചക്കക്കുരുവിന് കഴിവുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മത്തിനും ചക്കക്കുരു ഗുണം ചെയ്യും. ആയുർവേദത്തിൽ ചക്കക്കുരു വാചീകരണ ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. പഴയ കാലത്ത് മുറിവുകൾ ഉണക്കാനും ചക്കക്കുരുവിന്റെ പൊടി ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. വയറ്റിൽ ദോഷകരമായ ഗ്യാസുകൾ പുറപ്പെടുപ്പിക്കുന്നതിന്റെ അളവ് കുറച്ച് വായുക്ഷോഭം, വയറിളക്കം, വയറുവേദന എന്നിവയിൽ നിന്നും ആശ്വാസം നേടാൻ ചക്കക്കുരു കഴിക്കുന്നത് വഴി സാധിക്കും. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ചക്കക്കുരു പൊടിച്ച് കഴിക്കുന്നത് ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഹീമോഗ്ലോബിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്ന അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചക്കക്കുരുവിന് വിളർച്ചയെ തടയാനും രക്തം വർദ്ധിപ്പിക്കാനും കഴിവുണ്ട്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചക്കക്കുരുവിന് കഴിയും. ചെറു ചൂടുവെള്ളത്തിൽ ചക്കക്കുരു പൊടിച്ചത് നന്നായി ഇളക്കി ചേർത്ത് കഴിക്കുന്നത് വിളർച്ചയെ ശമിപ്പിക്കും. ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഘടകങ്ങൾ കൊണ്ടും വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയാലും സമ്പന്നമായ ചക്കക്കുരു പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങൾക്കെതിരെ സുരക്ഷാ കവചം തീർക്കും. ചക്കക്കുരുവിലടങ്ങിയ ജാക്കലിൻ എന്ന പ്രോട്ടീൻ എയ്ഡ്സ് രോഗികൾക്ക് ആശ്വാസം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കും ഭക്ഷ്യജന്യ രോഗങ്ങൾക്കും ചക്കക്കുരു ഫലപ്രദമായ മരുന്നാണ്. പ്രകൃതിദത്തമായ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിരിക്കുന്നതിനാൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലമുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്കും കറുത്ത പാടുകൾ, ചർമ്മത്തിലെ ചുളിവുകൾ എന്നിവയ്ക്കും ചക്കക്കുരു ഔഷധമായി ഉപയോഗിക്കാം. അകാല വാർദ്ധക്യം തടയാൻ ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ്. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കാനും മുഖത്തിന്റെ മൃദുലതയും തിളക്കവും വർദ്ധിപ്പിക്കാനും ചക്കക്കുരു നല്ലതാണ്. ചക്കക്കുരുവിന്റെ പൊടി ഉപയോഗിക്കുന്നത് വിറ്റാമിൻ എ പോലുള്ള പോഷകങ്ങളുടെ കലവറിയായ ചക്കക്കുരു നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും അത്യുത്തമമാണ്. ചക്കക്കുരുവിന്റെ സ്ഥിരമായ ഉപയോഗം രാത്രിയിൽ കണ്ണു കാണാത്ത അവസ്ഥ, കണ്ണിലെ നിർജ്ജലീകരണം എന്നിവ പരിഹരിക്കും. പലപ്പോഴും ഒരു വിലയുമില്ലാത്ത വേസ്റ്റിന്റെ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ചക്കക്കുരു അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു വസ്തുവല്ല എന്ന് മനസ്സിലാക്കണം. ചക്ക എന്ന പോലെ തന്നെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ചക്കക്കുരുവും. അതുകൊണ്ട് ഭക്ഷണ ലോകത്തെ ഈ പുതിയ മിന്നും താരത്തിന് ഇനിയെങ്കിലും നിങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും അർഹമായ സ്ഥാനം കൊടുക്കുക തന്നെ വേണം.